കോൺഗ്രസിനെ നോക്കുകുത്തിയാക്കി പാലായിൽ കാപ്പന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടെ പാലായിലെ കോൺഗ്രസുകാരെ കൊഞ്ഞനം കുത്തിക്കാണിക്കുന്ന പണിയാണ് കാപ്പനും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരും കൂടി പാലായിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി പത്രമാണ് പാലാ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെതിരെ ഒരു വിമത സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിച്ചത്. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ പരാജയപ്പെടുത്തിയതു. അതായത് കാപ്പനും കാപ്പന്റെ ഉറ്റ ചങ്ങാതിമാർ ചേർന്നാണ് ഈ മണ്ഡലം പ്രസിഡന്റിനെ പരാജയപ്പെടുത്തിയത് എന്ന കാര്യം ആരും മറക്കരുത്. ഇതിന്റെയൊക്കെ പിന്നിൽ കാപ്പന്റെയും ജോസഫ് ഗ്രൂപ്പുകാരുടെയും കരങ്ങളായിരുന്നു പ്രവർത്തിച്ചത്. മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാലാണ് സഹികെട്ടും നാണം കെട്ടും ഈ മണ്ഡലം പ്രസിഡന്റ് ഇപ്പോഴും ആ മുന്നണിയിൽ തന്നെ തുടരുന്നത്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്തും കാപ്പൻ അതേ പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലാ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഓഫീസുകളുടെ ഉദ്ഘാടനത്തിന് കോൺഗ്രസ് നേതാക്കളെ മാറ്റി നിർത്തി ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കളെയും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമുള്ള കുറുമുന്നണിയെ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. കോൺഗ്രസ് കൗൺസിലർമാരെ എല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് അപ്പനെയും മകളെയും ചിറ്റപ്പനെയും കൂട്ടി പാലായിലെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കാപ്പനും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരും കൂടി നടത്തുന്നത്. മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് കോൺഗ്രസിന്റെ കൗൺസിലർമാർ പരാതി പറയുന്നത്. കോൺഗ്രസിന്റെ കൗൺസിലർമാരെ പ്രത്യേകിച്ച് വിമത തോൽപ്പിച്ച മണ്ഡലം പ്രസിഡന്റിനെ കളിയാക്കാൻ വേണ്ടിയാണ് വിമതയായി ജയിച്ചു വന്നവർക്ക് മുഖ്യമായ സ്ഥാനം നൽകി ഭരണം നടത്തുന്നത്. കാപ്പനും ജോസഫ് ഗ്രൂപ്പുകാരും കൂടിയുള്ള ഒരു കോർ കമ്മിറ്റിയാണ് പാലാ മുനിസിപ്പാലിറ്റിയുടെ ഭരണം നിയന്ത്രിക്കുന്നത്. തങ്ങളുടെ മുഖ്യ ശത്രുവിന് ഭരണം ലഭിച്ചില്ലല്ലോ എന്ന ഒരൊറ്റ ആശ്വാസം മാത്രമാണ് പാലായിലെ കോൺഗ്രസുകാർക്കുള്ളത്. ഇനിയും എത്ര കാലം കാപ്പന്റെയും പുളിക്കക്കണ്ടം ഫാമിലിയുടെയും ധാർഷ്ട്യം സഹിച്ച മുന്നണിയിൽ തുടരേണ്ടി വരുമെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പാലായിലെ പല പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളും.